ജോസ് ജേക്കബ്, അലക്സിസ്, ചെന്നൈയിൽ നിന്ന് ബിജു ജോൺ, ഇവർക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഓരോ നന്ദി രേഖപ്പെടുത്തേണ്ടത് ഈ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഓരോരുത്തരുമാണ്. അജിത് കുമാർ എസ്, ജോമി കെ മാത്യു, ജോസ് കെ ജോസ്, ജോയി മാത്യു, കൃഷ്ണകുമാർ, മാത്യു സൺ, സജീവ്, സന്തോഷ്. ഞാനും സാജിപ്പോൾ ഉൾപ്പെടെ 10 പേര് ചേർന്നൊരു കമ്മിറ്റി രൂപീകരിച്ചു. അതിനു മുമ്പ് ഇതോടെയുള്ള ഒരു മീറ്റിംഗ് നടത്തി ഓരോ അഭിപ്രായങ്ങളും ഓരോ അഡ്രസ്സുകളും തെളിയിപ്പിക്കേണ്ടതും ഓരോരുത്തരുടെ വീട്ടിൽ കയറി ചെന്ന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അറിയാൻ പാടില്ല. കയറി ചെന്നിട്ടുള്ള ഇവരുടെ ധൈര്യമൊക്കെ ഉണ്ട്. ആർക്കും വേറെ അപകടം സംഭവിച്ചിട്ടില്ല. ഓരോ രാത്രിയിലാകുമ്പോൾ ഓരോ പഴയ കേസിന്റെ സുഹൃത്താണെന്നോ കയറി ചെല്ലുന്ന പ്രശ്നമുണ്ടായിട്ടാണ് അറിഞ്ഞിട്ടുള്ള സംഭവം. പക്ഷെ ഈ അഡ്രസ്സ് തപ്പി പഠിക്കാനായിട്ട് ഓരോരുത്തരും ശ്രമിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് ഫോട്ടോ പഴയ പോലെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള ദീപ മാത്യു, നമുക്ക് ആദ്യം കിട്ടിയ അജിത്തം സൂക്ഷിച്ചിട്ടുള്ള ഒരു എലി കണ്ട ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു. രണ്ടാമത്തെ ദീപ മാത്യു ഫോട്ടോ എടുക്കി, അജിത് കുമാറിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിന്റെ ഫോട്ടോ അജിത് കുമാറിന്റെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കുറെ താമസിച്ച് പബ്ലിഷ് ചെയ്യും. ഈ കഷ്ടപ്പാടുകളൊക്കെ ഓരോരുത്തരും സഹിച്ചിട്ടുണ്ട്. ചിലവര് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടുള്ള ബിന്ദുവൻ, താമരശ്ശേരിയിൽ നിന്ന് വന്നിട്ടുള്ള വിജി, എല്ലാവരും യാത്ര ചെയ്ത് വന്നു. ഇവരുടെ ഈ ഗേൾ സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ സഹപാഠികളുടെ ഫാമിലി, ഹസ്ബൻഡ്സ്, അവരുടെ കുട്ടികൾ, അവർക്കൊക്കെ പ്രത്യേകത നന്ദി പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. അത് ആ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഇതുകൂടാതെ ഈ ഫെസിലിറ്റി മാടപ്പറമ്പിൽ റിസോർട്ട്, ഈ സൗണ്ട് സിസ്റ്റം ആയിരുന്ന സൈലേഷൻ ടീം, ഈ നേരത്തെ കമ്മിറ്റി മീറ്റിംഗ് കൊണ്ടിരുന്ന സിസിലിയ ഹോട്ടൽ, ഇന്നലത്തെ ബ്ലാക്ക് ലേബൽ പാർട്ടിക്ക് സഹകരിച്ച 25 സഹപാഠികൾ, ആ കഥകളൊക്കെ പിന്നെ പറയാം. അതൊക്കെ ഇവിടെ പറയാൻ ശരിയാത്തില്ല. ഇതൊക്കെ ഈ സ്നേഹം ഇതൊക്കെയാണ് മുമ്പോട്ട് നയിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും ആരും സഹിക്കാത്ത പോലെ എല്ലാവരും എത്തിച്ചേർന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾക്ക് ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിന്റെ മെമ്മൻറ്റോ ആയിട്ട് ഞാൻ ഒരു ചെറിയൊരു കിറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ തന്നെ കാണും. ഇതുപോലൊരു കിറ്റ് ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് എക്കാലം നോക്കാനായിട്ട് ഒരു ഡീപ്പോൾ 83 എന്ന് പറഞ്ഞൊരു ഐ വാസ് ദേർ എന്ന് എഴുതിയിട്ടുള്ള ഒരു മെമ്മൻറ്റോ ഉണ്ടാവും. ഇത് കളക്ട് ചെയ്യണം. ഇത് കൂടാതെ നമ്മുടെ പഴയ ഫോട്ടോ സഹിതം ഫോൺ നമ്പർ എഴുതിയിട്ടുള്ള ഒരു ചെറിയ പേപ്പർ ഉണ്ടാവും. ഒരു ടീഷർട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീപ്പോൾ 83 എന്നുള്ളൊരു പേരില് എല്ലാവരുടെയും പേരും, നമ്മുടെ 91 ആൾക്കാരുടെയും പേരും ചേർത്ത് 83 ഈ ഒരു ടീഷർട്ട് ഈ സമയത്ത് റിലീസ് ചെയ്യുന്നു. 83 കാണാം. ആ 83 നമ്മുടെ 91 ആൾക്കാരുടെയും പേരുണ്ട്. ഇത് ഇട്ട് നടക്കുമ്പോൾ നമ്മളെ എക്കാലവും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് കയറുന്ന ശ്രമിക്കാം. കയറും. അപ്പം ഈ പല സൈസിലുള്ള ടീഷർട്ടുകളുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കത് പറഞ്ഞ് സെലക്ട് ചെയ്യാവുന്നുള്ളൂ. ടീഷർട്ട് കൊണ്ട് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. നൃത്തം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സജഷൻ കൂടെ ഉള്ളത്. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ പ്ലാൻ ചെയ്യുമ്പോൾ പലരുടെയും സജഷനാണ് ഈ പഴയ ഇരുന്ന ഈ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഇത്രയും പേര് 87 50 പേരുണ്ട്, ഇത്രയും പേര് ഈ ഒരു സെയിം ലൊക്കേഷനിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. എനിക്ക് ഇരിക്കാൻ വയ്യ. സമ്മതിക്കുന്നു. നന്ദി.
പെരുന്നാളെടുത്ത് വന്നേ. സെവന്ന് പറഞ്ഞാലും മതി, ചിക്കൻ ഒന്നുമില്ല. ചന്ത് വിളിച്ച് നിന്നോട്ടോ, കൊണ്ട വന്ന പോലെ. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. റെഡി? എറണാകുളത്തുള്ള ഇപ്പോൾ